പിന്നെ ഇതൊരു റിയൽ ലൈഫ് സംഭവമായതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്താവുന്നത്. എല്ലാവരും സൈലന്റ് ആയിരുന്നു, സൈലന്റ് ആയിട്ടിരുന്ന് കണ്ടു, ആരും അനങ്ങിയിട്ടില്ല. ആരും പിന്നെ അതിനൊരു വലിയ കാര്യമാണ്. ഞാൻ അങ്ങനെ ഈ പ്രേതം അങ്ങനെ ഈ കാര്യങ്ങളിൽ ഞാൻ അത്ര വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എന്നാൽ പോലും ഐ എൻജോയ് ഡൂയിങ് ദീസ് തിങ്സ്. എനിക്കതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മെയിൻ തിങ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ എവിടെ ലീഡ് ചെയ്യണമെന്ന് അറിയണം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആക്കണം. ഇത് മറ്റുള്ളവർ ഹാപ്പി ആണെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ് ആസ് എ പ്രൊഡ്യൂസർ. കാരണം മറ്റുള്ള ആളുകൾ ഹാപ്പിയാണ്, അത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞും അറിഞ്ഞും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വരുമ്പോഴാണല്ലോ ഒരു പടം സക്സസ് ആവും. അഭിനയിച്ചിട്ടുണ്ടല്ലേ? അതെ അതെ, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ പടം? എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയാണിത്. അപ്പോൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. UK കുറേ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിനെക്കാട്ടും ഉപരി എല്ലാവരും വന്ന് സിനിമ തിയേറ്റേഴ്സിൽ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. റിയൽ ഇൻസിഡന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു ഇതിൽ അഭിനയിക്കും എന്തെങ്കിലും? സാറ് പറഞ്ഞു ഒരുപാട് മുടക്കങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ പടം ചെയ്യുന്ന സമയത്ത് ഒരുപാട്. അതെ അതെ അതെ, അത് സാറിന് പേഴ്സണലായിട്ട് നടന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഈ പ്രേതം അങ്ങനെ ഈ കാര്യങ്ങളിൽ ഞാൻ അത്ര വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എന്നാൽ പോലും ഐ എൻജോയ് ഡൂയിങ് ദീസ് തിങ്സ്. എനിക്കതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ സെറ്റിലുള്ള കാര്യങ്ങളൊക്കെ വാസ് വെരി ബ്രില്യൻറ്റ്. ആർട്ട് ഡയറക്ടറിന് അതൊരു ഹാറ്റ്സ് ഓഫ് തന്നെ പറയണം. സ്കോട്ട്ലൻഡിലൊരു ഡങ്കനെ കാണാൻ പോകുന്ന സീനൊക്കെ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ കുറച്ച് എന്താ പറയുക, കഷ്ടപ്പാടായിരുന്നു. ഇൻ ദ സെൻസ് ഈ സ്മോക്കും ഫീലിംഗ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ശങ്കർ സാറിന്റെ ഹൊറർ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ഭയങ്കര നല്ല ഡയറക്ഷനാണ്. ബിക്കോസ് മെയിൻ തിങ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ എവിടെ ലീഡ് ചെയ്യണമെന്ന് അറിയണം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. എനിക്ക് ഭയങ്കര നെർവസ് ആയിരുന്നു ചില കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നെ നല്ല രീതിയിൽ തന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. സോ ഐ വാസ് വെരി ഹാപ്പി. പ്ലീസ് കം ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. പടം ഇഷ്ടമായി. അതിൽ അമ്മ ഒരു വേറെ ലുക്കാണല്ലോ, ഒരു നാടൻ അമ്മ. അതില് മോഡേൺ ലുക്കുള്ള മോളുണ്ടാകുമ്പോൾ നാടൻ സാർ എന്താണ് പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇന്ന് പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് പടം കണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഹൊറർ ഒക്കെ? പിന്നെ ഇതൊരു റിയൽ ലൈഫ് സംഭവമായതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്താവുന്നത്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് പടം കാണുന്നത്. ഹാപ്പിയാണോ? ശങ്കർ സാറിന്റെ ഹൊറർ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എന്തായാലും നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് കാണും. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. പ്രൊഡ്യൂസറും കൂടിയാണല്ലോ. ഹാപ്പിയാണോ? ഞാൻ കണ്ടു. നല്ലതായിരുന്നു. മൊത്തത്തിൽ എന്ത് തോന്നുന്നു? ഇത് മറ്റുള്ളവർ ഹാപ്പി ആണെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ് ആസ് എ പ്രൊഡ്യൂസർ. കാരണം മറ്റുള്ള ആളുകൾ ഹാപ്പിയാണ്, അത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞും അറിഞ്ഞും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വരുമ്പോഴാണല്ലോ ഒരു പടം സക്സസ് ആവുന്നത്. ഒരു പടം സക്സസ് ആവുമ്പോഴാണ് നമുക്ക് അടുത്ത പടം ചെയ്യാൻ തോന്നുള്ളൂ. അതല്ലെങ്കിൽ ഓരോ പ്രൊഡ്യൂസർമാരും പിൻവാങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഇതുവരെ തന്ന എല്ലാ സഹകരണത്തിനും നന്ദി. താങ്ക് യു. ഓരോ വെള്ളിയാഴ്ചകളിൽ ഓരോ താരങ്ങൾ ജനിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർക്ക് വെള്ളിയാഴ്ച വ്യാഴാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നെഞ്ചിടിപ്പായിരിക്കും. അങ്ങനെയാണോ ഈ സിനിമ കണ്ടത് ഇരുന്ന്? അതെ അതെ, കാരണം വെച്ചാൽ ഞങ്ങളുടെ ഇതിലെ പല പ്രൊഡ്യൂസർമാരും ഇവിടെ വന്നിട്ടില്ല. പക്ഷേ എങ്കിലും അവരും അവിടെ ഇരുന്നു കൊണ്ട് ഭയങ്കര ടെൻഷനിൽ തന്നെയായിരുന്നു എന്താവും ഇതിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ നമ്മൾ തിയേറ്ററിലെത്തി റിലീസ് ചെയ്യുന്ന ആ ഘട്ടം വരെ തന്നെ നല്ലൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. റിലീസായി ഇനി ഇതിനെ മുമ്പോട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്യമം കൂടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി അത് നിങ്ങളിലൂടെ ആളുകൾ അറിയും പടം നല്ലതാണോ അല്ലേ എന്നുള്ളത്. കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ എത്തിക്കണം. അഭിനയിച്ചിട്ടും ഉണ്ടല്ലേ? അത് നന്നായിട്ട് കണ്ടിരുന്നു. താങ്ക് യു. ഞാൻ ചെറിയ ചെറിയ റോളുകൾ ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. പടം ഒരു വൻ വിജയമായി മാറട്ടെ. നമുക്കൊരു വീണ്ടും കാണാൻ വരട്ടെ വേറൊരു പടത്തിന്റെ പ്രൊഡ്യൂസറായിട്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇതുപോലെ മൈക്ക് പിടിച്ചതിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാനായിട്ട്. കാരണം ഇതൊരു നല്ലൊരു സക്സസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിന്റെ അടുത്ത പടത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മൾ റിസ്ക് പിന്നെ എടുക്കില്ല. കാരണം 3-4 മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് അങ്ങനെയല്ല. ഇതുവരെ നല്ലൊരു അഭിപ്രായമാണ് കേട്ടിരിക്കുന്നത്. ശങ്കർ സാറിൻ്റെ ഒരു പേരും ഉണ്ട് ഇതിൽ. എന്തായാലും എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. താങ്ക് യു. വിചാരിച്ച പോലെ തന്നെ എല്ലാ രീതിയിലും വന്നിട്ടുണ്ടോ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആദ്യമേ കണ്ടപ്പോൾ. പക്ഷെ നമ്മൾ ബിഗ് സ്ക്രീനിൽ തിയേറ്ററിൽ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അത് വേറൊരു ഫീലാണ്. ബിക്കോസ് നമ്മൾ രണ്ടുപേരിരുന്ന് കാണുന്നതും ഒരു സിനിമ അതൊരു തിയേറ്ററിൽ ജനങ്ങളുടെ കൂടെ എല്ലാവരും സൈലൻ്റ് ആയിരുന്നു. സൈലൻ്റ് ആയിട്ടിരുന്ന് കണ്ടു, ആരും അനങ്ങിയിട്ടില്ല. ആരും
പിന്നെ അതിനൊരു വലിയ കാര്യമാണ്. പണ്ട് ആരോ ഞാനൊരു ഡയറക്ടർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കസേര അനങ്ങിയാൽ നമുക്ക് മനസ്സിലാവും ആൾക്കാർക്ക് ബോറടിച്ചു. പക്ഷെ ഇതെന്ന് വെച്ചാൽ എല്ലാവരും സൈലന്റ് ആയിരുന്നു കണ്ട് ഭയങ്കര എന്താ പറയാ വാവെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്നൊരു. സാർ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ആൾക്കാരുടെ? സാർ അതാണ് ശ്രദ്ധിച്ചത് ഞാൻ ശ്രദ്ധിച്ചോണ്ടിരുന്നത്. ബിക്കോസ് ആരെങ്കിലും ഇതാവുന്നുണ്ടോ, ഇറങ്ങിപ്പോകുന്നുണ്ടോ? പക്ഷെ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇരുന്ന് കണ്ടു. പുറത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള, ഞാൻ അവരുടെ അടുത്ത് എൻ്റെ കറക്റ്റ് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ എൻ്റെ മുഖം നോക്കിയിട്ട് അത് പറയരുത്. പക്ഷെ അവരെല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവർ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് തന്നെയാണ് ഭയങ്കര നമുക്ക് ഭയങ്കര സിനിമയിൽ അതാണല്ലോ, ഒരു കഥ തുടങ്ങി കഥയുടെ എന്താണെന്ന് പറഞ്ഞ് പിന്നെയല്ലേ അത് അതെ. അതിലേക്ക്. ഇനിയും സാറ് ഹൊറർ ഇങ്ങനെ ജോണർ തന്നെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല, നല്ല കഥ കിട്ടി, അങ്ങനെ ഒരു കഥ കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഭയങ്കര ഒരു രസമായിട്ടുണ്ട്. മലയാളി ഓഡിയൻസിന് ഇപ്പൊ കുറച്ച് നാളായി അങ്ങനെ പുറമേയുള്ള ഹൊറർ മൂവീസ് ഒക്കെ കണ്ടിട്ട് പുറത്തൊക്കെ ഷൂട്ട് ചെയ്ത്. അതെ, ഓക്കെ ശരി.